ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ SBIക്ക് വെളിപ്പെടുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് പ്രകാരമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സുപ്രീം കോടതിയിൽ SBI ഉയർത്തിയ വാദഗതികൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചില അവിടെ ഉയർത്തിയ വാദങ്ങളിൽ ഹരീഷ് സാൽവെ ഉൾപ്പെടെ പറഞ്ഞെന്താണ്, സീൽഡ് കവറിലാണ് ഇത്തരം രേഖകളിരിക്കുന്നത്, അതുകൊണ്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് തുടങ്ങി നിരവധി മുടന്തൻ ന്യായങ്ങൾ SBI മുന്നോട്ട് വെച്ചു. അപ്പോഴാണ് കോടതി പറഞ്ഞത്, സീൽഡ് കവറിലാണെങ്കിൽ കവർ പൊട്ടിച്ചിട്ട് വിവരങ്ങൾ കൊടുത്താൽ മതി, ഒറ്റ ക്ലിക്കിന് നൽകേണ്ട വിവരങ്ങളാണ് നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, നാട് കണ്ട ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കൊടുത്ത ഏറ്റവും വലിയ സംഭാവനയുടെ കാര്യം മറച്ചു വെക്കാൻ പരമാവധി സുപ്രീം കോടതി ശ്രമിച്ചു. സുപ്രീം കോടതി അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാതെ സുപ്രീം കോടതിക്ക് വിധിക്കുക അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് കൈമാറേണ്ടി വരുമ്പോഴും അതിൻ്റെ ബോണ്ട് നമ്പറോ ഡീറ്റെയിൽസോ ഇല്ലാതെ വീണ്ടും രേഖകൾ പുറത്തുവിടാതിരിക്കുന്നു. സ്വാഭാവികമായും SBI അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം SBIക്കുണ്ട്. അതാണ് അവിടുത്തെ ഒന്നാമത്തെ കാര്യം. ഇന്ത്യയിലെ പരമോന്നതമായ നീതിപീഠം പറഞ്ഞിട്ടും അത് പുറത്തു വിടാത്തതിൻ്റെ കാരണം അത് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയല്ലേ? ഒരു പൊതുമേഖലാ ബാങ്ക് രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ജുഡീഷ്യറി പറഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളത് ആവശ്യമാണ്, ഞങ്ങൾ പുറത്തുവിടേണ്ടത് ഒരു സംശയം ആർക്കും വേണ്ട. ഞങ്ങൾ ആ കേസിൽ, ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ശ്രീമതി സുധാ താക്കൂർ ഉൾപ്പെടെ അതിൽ കക്ഷി ചേർന്നു. അതിൽ ഞങ്ങളുടെ നേതാക്കന്മാർ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇലക്ട്രൽ ബോണ്ടെന്നതിൻ്റെ സങ്കല്പത്തിന് ഞങ്ങളെതിരല്ല, കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്ന ഒരു തെറ്റല്ല. പക്ഷേ അതിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കോൺഗ്രസ് എടുത്തൊരു സമീപനം. ഇപ്പോഴും ഞങ്ങളത് ആ ഒരു സമീപനം തന്നെയുണ്ട്. ഇപ്പോൾ SBI അതിന് കാര്യത്തിൽ ശരിയായ സമീപനം സ്വീകരിക്കുന്നില്ല. സുപ്രീം കോടതി വിധി എന്തുകൊണ്ട് പാലിക്കപ്പെടുന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളതിനെ എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളത്. ഞങ്ങൾക്ക് അത്തരമൊരു സാഹചര്യം വരുന്നത് ഞങ്ങൾ ആ സമീപനം സ്വീകരിക്കും. ഇപ്പോൾ SBI പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എല്ലാം വ്യക്തമായില്ലേ? കോൺഗ്രസ് തന്നത് ആരെന്ന് വ്യക്തം, BJPക്ക് തന്നത് ആരെന്ന് വ്യക്തം, എല്ലാവർക്കും തന്നത് ആരെന്ന് വ്യക്തം. അത് ചെയ്യാതെ SBI നിൽക്കുമ്പോൾ അവരത് ചെയ്യണ്ട, ഞങ്ങളിത് ചെയ്ത് കാണിക്കാമെന്ന് പറയുന്നതല്ല അതിൻ്റെ കറക്റ്റ്. ആദ്യം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച വിധിയെ ഒബേ ചെയ്യാൻ, അത് അനുസരിക്കാൻ SBI തയ്യാറാകുക കോടതിയലക്ഷ്യ നടപടി ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പോലും കഴിഞ്ഞ തവണ സുപ്രീം കോടതി പറഞ്ഞു ശ്രീ M. ലിജു. എന്നിട്ടാണ് ഈ അറ്റവും മുറിയുമില്ലാത്ത വിവരങ്ങൾ കൊണ്ടുപോയി കൊടുത്തത്. ഇന്നും സുപ്രീം കോടതിക്ക് ഈ വിവരങ്ങൾ പൂർണ്ണമല്ല, രേഖകൾ ഇനിയും ഹാജരാക്കേണ്ടതുണ്ട്, കോഡ് നമ്പർ അടക്കം കൊടുക്കേണ്ടതുണ്ട് എന്ന് SBIയോട് പറയേണ്ടി വരികയാണ്. അല്ല, അവിടെയാണ് സുപ്രീം കോടതിയുടെ ആർജവം വ്യക്തമാകേണ്ടതെന്നാണ് എനിക്കതൊരു കോടതിയിലെ ഒരു എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. സുപ്രീം കോടതി ഇതിൽ വളരെ കൃത്യമായൊരു വിധി പുറപ്പെടുവിച്ചു. അത് SBIക്ക് നിർദ്ദേശം നൽകി. SBIക്ക് നിർദ്ദേശം നൽകിയിട്ടും ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവരം നൽകുന്നില്ലെങ്കിൽ SBIയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഇന്ത്യയുടെ ജയിലുകൾ അവർക്ക് വേണ്ടിയുള്ളതാണെന്ന് സുപ്രീം കോടതി പറയണം. ആർജവത്തോടുകൂടി വിളിച്ചു വരുത്തി ശാസിച്ച് ആവശ്യമാണെങ്കിൽ ക്രിമിനൽ കേസെടുത്ത് ജയിലിലിടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി ലക്ഷ്യ നിയമങ്ങൾ ഇവരുടെ മേൽ ചുമത്താൻ തയ്യാറാവണം. ആരെയാണ് ഇവർ ഭയക്കുന്നത്? അതല്ലേ പ്രശ്നം. ഭയക്കണമെന്നുണ്ടെങ്കിൽ SBI പോലൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ ആരെയാണ് ഭയപ്പെടുന്നത് വ്യക്തമാക്കാൻ തയ്യാറാവണം. അത് ഗവൺമെൻറ്റിനെയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. രാജ്യം ഭരിക്കുന്നൊരു ഗവൺമെൻറ്റിനെയാണ് അവർ ഭയപ്പെടുന്നത്. ആ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന BJPയും സംഘപരിവാറിനെയും ഒന്നുകിൽ അവർക്ക് ഭയം, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ ആശയപരമായി ഇവരുമായി താതാമ്യം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് സംഘപരിവാറിന് ദോഷമുണ്ടാക്കുന്നൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ചെയ്യില്ല. അതിനും കോടതിയല്ല, ഇതിനി ആര് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കുന്നില്ല സമീപനമാണ്. ഇത് രണ്ടിലേതാണെന്ന് വ്യക്തമാവേണ്ടതുണ്ട്. ഒന്നുകിൽ ഭയം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരുടെ ആശയത്തോട് താതാമ്യം പ്രാപിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കും, അവരുടെ വലിയ ഗ്രാൻഡ് ഡിസൈൻ നടപ്പിലാക്കാനുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ നിൽക്കും. രണ്ടാണെങ്കിൽ ഇവിടെ ആർജവം വ്യക്തമാക്കേണ്ട സുപ്രീം കോടതി തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളെ നേരെ കോടതി ലക്ഷ്യ കേസുകൾ ഉൾപ്പെടുത്ത് ചുമത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി തീഹാർ ജയിലിലേക്ക് പറഞ്ഞു വിടണം. രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന് 1400 കോടിയെ കിട്ടിയുള്ളൂ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. അതായത് രാജ്യത്തെ കോടതി, പരമോന്നതമായ കോടതിയുടെ വിധി എന്ന് പറയുന്നത്, അത് നമ്മൾ സാധാരണ പറയുന്നത് കല്ലേ പിളർക്കും എന്നൊക്കെയാണ്. പക്ഷെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും ശക്തമായ ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത്. അത് ഈ മുൻപ് ഇലക്ട്രൽ ബോണ്ട് ഇവിടെ നടപ്പിലാക്കിയപ്പോൾ കോൺഗ്രസും മറ്റു പാർട്ടികളും ഒന്നും അതിനെ എതിർത്തില്ല. അതുകൊണ്ട് പരമാവധി പണം വാങ്ങി പോക്കറ്റിൽ വെച്ചു കിട്ടിയത്. കോൺഗ്രസിന് കുറഞ്ഞു പോയത് ഞങ്ങളുടെ പ്രശ്നമല്ല,
രാജ്യത്തെ കോർപ്പറേറ്റുകളോട് കോൺഗ്രസിന് കൂടി സംഭാവന കൊടുക്കാൻ ഞങ്ങൾ പറയണോ തുടങ്ങിയ പരിഹാസങ്ങളാണ് അതിന് മറുപടി. അതെങ്ങനെയാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കുക? കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന് ഞങ്ങൾ എതിരല്ല. ഒരു ജനാധിപത്യ രാജ്യത്തിൽ കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റല്ല. ഞങ്ങൾ അതിനെതിരെ ഒരിക്കലും എതിരായിരുന്നില്ല. മുൻപ് ഇവിടെ കോർപ്പറേറ്റ് ഫണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കുന്ന തുക വ്യക്തമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ആരാണ് കൊടുത്തത് എന്നതിനെ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഇതനുസരിച്ച് കണക്കുകൾ കൊടുക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഞങ്ങൾ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നം എന്താണ്? ഇലക്ട്രൽ ബോണ്ട് ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ്. ഇത് സംഭാവന ചെയ്യുന്നവർ ബോണ്ടുകൾ വാങ്ങി കൊടുക്കുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് തടഞ്ഞു വെക്കപ്പെടുന്നു. PM കെയറിനെ നിൽക്കുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താം. പക്ഷേ PM കെയറിൻ്റെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതിൻ്റെ എങ്ങനെ ഇത് ചെലവഴിക്കപ്പെട്ടു എന്നതിനെ നോക്കുമ്പോൾ സുതാര്യതയില്ലാത്ത അത് അങ്ങനെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളില്ല എന്ന് മറുപടി നൽകുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. സുതാര്യതയില്ലായ്മയാണ്. ഞങ്ങൾക്ക് പണം കിട്ടുന്നത് അല്ലല്ലോ വിഷയം. ഇപ്പം ചിലപ്പോൾ ഭരിക്കുന്ന പാർട്ടി കൂടിയിട്ട് അതിനൊന്നും തെറ്റില്ല. ആർക്ക് കൊടുത്താലും അത് ആര് കൊടുത്തു എന്ന് വ്യക്തമാകണം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത് ആവശ്യമാണ്. അതല്ലാതെ ഫണ്ട് വേണ്ട എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ ഫണ്ട് വേണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായും CPM കുറിച്ച് നേരത്തെ CPM ഞാൻ ഒരു മിനിറ്റ് അതോട് പറയേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ. അല്ല, ഞാനത് ധാർമ്മികതയെക്കുറിച്ച് നേരത്തെ CPM പ്രതിനിധി പറയുന്നത് കേട്ടു. ഇവിടെ ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും EP ജയരാജൻ കടം മേടിച്ച് എന്തായിരുന്നു? ഈ ഇലക്ട്രൽ ബോണ്ടൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലല്ലേ EP ജയരാജൻ സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി ഇവിടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ദേശാഭിമാനിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചത്? നിങ്ങൾക്ക് പാലോറമാതയും നാട്ടിൽ നിരവധി സഖാക്കളും വേറെ ഇല്ലേ? അവരിൽ നിന്ന് ആട് വിറ്റ പണമൊന്നും അല്ലല്ലോ മേടിച്ചത്. സാന്റിയാഗോ മാർട്ടിനും ദേശാഭിമാനി ഫണ്ടല്ലേ വാങ്ങിയത്? അപ്പോൾ പിന്നെ അത് ധാർമ്മികമൊന്നും ഇല്ലായിരുന്നോ? CPM ഇലക്ട്രൽ ബോണ്ടുകൾക്കപ്പുറം ഇപ്പം എനിക്കത് പൂർണ്ണമായ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട വിഷയമാണ്. എന്നാലും എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഞാനത് വിശദമായി പൂർണ്ണമായി അതിൻ്റെ അകത്ത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് പറയേണ്ടതെന്ന് വെച്ചത്. പക്ഷേ എങ്കിലും അതിനകത്തൊരു ഒരു പോയിൻ്റ് അതിലുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇപ്പോൾ ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ സെക്ഷൻ അനുസരിച്ച് ഞാനൊരു ആംഗിൾ അത് എനിക്ക് തോന്നുന്നു അടുത്ത ചർച്ചയിൽ ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഞാനത് പറയാം. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ സെക്ഷൻ 29A അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത പാർട്ടികളിൽ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജനറൽ ഇലക്ഷനിൽ 1% വോട്ട് കിട്ടുന്ന പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ പറ്റുമെന്നൊരു പ്രൊവിഷനുണ്ട്. എനിക്കത് പൂർണ്ണമായി ഉറപ്പില്ല മാധു, പക്ഷേ എന്നാലും ഞാനത് ഒന്ന് കോട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ഓൺലി ദ പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 29A ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 and which secured not less than 1% of the vote polled in the last general election in the House of People or the Legislative Assembly of the state shall be eligible to receive electoral bonds. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ബംഗാളിൽ 1% ഓരോ രാജ്യത്താകമാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് 1% കിട്ടാത്തത് കൊണ്ടുള്ള ആശയപരം അതുകൊണ്ടുള്ള സാങ്കേതിക പ്രശ്നമാണോ എന്ന് വ്യക്തമാക്കേണ്ടത് അനിൽകുമാറാണ്. കാരണം കോർപ്പറേറ്റ് ഫണ്ടുകൾ എന്നുള്ളതല്ല, ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആദ്യം മുതൽ തന്നെ CPM എതിർക്കുന്നുണ്ട് ആശയപരമായി തന്നെ. അപ്പൊ അത് ഈ പറയുന്ന സാങ്കേതിക ഊന്നിക്കൊണ്ടല്ലോ പറഞ്ഞൊരു പ്രശ്നം ഞാൻ പറഞ്ഞാണ്. ഒറ്റ മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് അതൊരു ക്ലാരിഫിക്കേഷൻ വരെ നല്ലതായിരിക്കും. എനിക്ക് ഒരു നിമിഷം ഞാൻ ചോദിച്ച ശ്രീ അനിൽകുമാർ മറുപടി പറയുമ്പോൾ പറഞ്ഞോട്ടെ. ഞാൻ CPMനെ ആശയപരമായി അവരുടെ പൊസിഷനെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ അതിനകത്ത് എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷെ ഉണ്ടാകുന്നൊരു ഡൗട്ട് ഞാൻ പറയാം. കോർപ്പറേറ്റ് ഫണ്ട് വാങ്ങുന്നതിന് CPM ഒരു കാലത്തും എതിർപ്പുണ്ടായിരുന്നില്ല. നിരവധി കോർപ്പറേറ്റുകൾ വാങ്ങിയിട്ടുണ്ട് ഫണ്ട്, പല കാലത്ത് CPM വാങ്ങിയിട്ടുണ്ട്. അത് ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ മാത്രം എന്താണ് എതിർപ്പ്? ഇപ്പോൾ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഒരു പൊസിഷൻ വെച്ച് 1% വോട്ട് കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വാങ്ങാൻ പറ്റില്ല. ഇനി കിട്ടാത്ത മുന്തിരി ആയതുകൊണ്ടാണോ ഈ ഒരു പൊസിഷൻ എടുത്തതെന്നൊരു ചോദ്യം ഞാൻ ഉയർത്തി. എനിക്ക് അതിൻ്റെ അകത്ത് പൂർണ്ണമായ ക്ലാരിറ്റി ഇല്ല, പൂർണ്ണമായി ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാലും പക്ഷേ ഒരു ചർച്ച ആയതുകൊണ്ട് അത്തരമൊരു വാദഗതി ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പൂർണ്ണമായി ഉറപ്പില്ലാത്ത കാര്യമാണ്. ഞാൻ അതിൽ ഡീപ്പായി കടന്നു പോകുന്നില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ അത്തരമൊരു വാദമുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കഴിയില്ല. സുതാര്യതാ വിഷയം എന്നുള്ളത് തന്നെ CPM ആദ്യഘട്ടം മുതൽ എതിർക്കുന്നുണ്ട് എന്നത് കൂട്ടിച്ചേർത്ത് പറഞ്ഞേ ഉള്ളൂ. ശരി.